സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഇന്നലെയോ ഇന്നോ ഭാഗം 5. ഹലോ, ഇതാരാണ് ഫോൺ എടുത്തിരിക്കുന്നത്? ഹലോ, എന്താ മിണ്ടാത്തത്? സുദീപിന്റെ തുടരെയുള്ള ചോദ്യം കേട്ടപ്പോൾ അയാളുടെ മനസ്സിൽ എന്തോ സംശയം തട്ടിയിട്ടുണ്ടെന്ന് ഇഷയ്ക്ക് തോന്നി. തന്റെ സ്വരം കേട്ടാൽ അവൻ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. കൂടുതൽ സംസാരിച്ചാൽ അത് അപകടമാവുകയും ചെയ്യും. അവൾ മെല്ലെ റിസീവർ ക്രാഡിലേക്ക് വെച്ചു. അടുത്ത നിമിഷം തന്നെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ അവിടെ തന്നെ നിന്നതല്ലാതെ അനങ്ങിയില്ല. റിസീവർ എടുത്തത് മണ്ടത്തരമായി. ലാൻഡ് ഫോണിൽ വരുന്ന കോൾ താൻ എടുക്കേണ്ട കാര്യമില്ല. അത് ഈ വീട്ടിലേക്ക് വരുന്ന വിളികളാണ്. ഫോൺ ബെല്ലടിച്ചു നിന്നു. ഇഷ ഗോവണി കയറി അവളുടെ മുറിയിലേക്ക് പോയി. സുദീപ് വീണ്ടും അവന്റെ ശബ്ദം ഇന്ന് കേൾക്കേണ്ടി വന്നു. ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവൻ വീണ്ടും. ഒരിക്കൽ ഉൾപ്പുളകത്തോടെ കാത്തിരുന്നിട്ടുണ്ട് അവന്റെ വിളിക്കു വേണ്ടി. അവനായിരുന്നു തന്റെ ലോകം. അവനായിരുന്നു തന്റെ ജീവിതം. പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിച്ചു. മറയില്ലാതെ അവനെ വിശ്വസിച്ചു. അവൻ തന്റേതു മാത്രമാണെന്ന് ധരിച്ചു. പക്ഷേ സോപ്പ് കുമിളകളെ പോലെ എല്ലാം തകർന്നു. ഇപ്പോൾ സുദീപിനെ വെറുപ്പാണ്. തീരാത്ത പകയാണ് അവനോട്. അല്പനേരം കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടി. സബിതയായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. ഇഷ ചെന്ന് വാതിൽ തുറന്നു. കുളി കഴിഞ്ഞ് സാരിയെടുത്ത് ഈറൻമുടി വിതിർത്തിട്ട് സബിത വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ചേച്ചി? അവൾ ചോദിച്ചു. സുദീപ് വിളിച്ചപ്പോ ശ്രുതിയാണോ ഫോൺ എടുത്തത്? ആരോ വിളിച്ചു. ചേച്ചിയപ്പോ കുളിമുറിയിലായിരുന്നു. ഞാൻ ഫോൺ എടുത്തു. പക്ഷേ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഫോണ് കട്ടായി. സുദീപായിരുന്നു. അവനിപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വിളിച്ചപ്പോ വേറെ ഒരാണ് എടുത്തതെന്ന് അവൻ പറഞ്ഞു. ശ്രുതിയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നെക്കുറിച്ച് അനിയൻ അറിയാമോ? സാധാരണ മട്ടിൽ അവൾ ചോദിച്ചു. പിന്നില്ലേ, ശ്രുതി വന്നതിന്റെ പിറ്റേന്ന് തന്നെ അവൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു. അവൻ പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. പക്ഷേ ഇന്നിപ്പോ... ഇഷയുടെ ഹൃദയമെടുപ്പിന്റെ വേഗം ഉയർന്നു. ഇന്നിപ്പോ എന്ത് ചോദിച്ചു? ശ്രുതിയെക്കുറിച്ച് എല്ലാം അവൻ ചോദിച്ചറിഞ്ഞു. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞതുപോലെ അവനോടും പറഞ്ഞു. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകാൻ പാടില്ലല്ലോ. ഇഷ മിണ്ടിയില്ല. അവൻ വീണ്ടും വിളിച്ചത് ശ്രുതിയെക്കുറിച്ച് അറിയാനായിരുന്നു. എന്നെക്കുറിച്ചോ? അതിന് കാരണമുണ്ട്. സബിത മുറിയിലേക്ക് കയറി വന്നു. ഇഷയ്ക്ക് അപകടമണത്തു. എന്ത് കാരണം? അവനെക്കുറിച്ച് ആർക്കും അറിയാത്ത ഒരു രഹസ്യം എനിക്കറിയാം. എന്നോട് മാത്രമേ അവനത് പറഞ്ഞിട്ടുള്ളൂ. ഉണ്ണിയേട്ടനെ പോലും ഞാനത് അറിയിച്ചിട്ടില്ല. കസേര നീക്കിയിട്ട് സബിതയിരുന്നു. ഇഷ ചോദ്യഭാഗത്തിൽ അവളെ നോക്കി. അവനൊരു പ്രണയമുണ്ടായിരുന്നു. ബാംഗ്ലൂരിലുള്ളപ്പോൾ. ഇഷ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഇഷയുടെ ഹൃദയം ഒന്ന് മിടിക്കാൻ മറന്നു. കൂടെ ജോലി ചെയ്തിരുന്ന കുട്ടിയാ. അവൾ മലയാളിയാ. ഞാൻ വിചാരിച്ചു അന്യമതക്കാരിയായിരിക്കുമെന്ന്. അല്ല, ഹിന്ദുവാ. എന്നിട്ടിപ്പോ സുദീപ് വരെ കല്യാണം കഴിക്കാൻ പോവല്ലേ? ഒന്നും അറിയാത്ത മട്ടിൽ ഇഷ ചോദിച്ചു. അതെ, ആ കുട്ടിയുമായി അവൻ തെറ്റിപ്പിരിഞ്ഞു. കാരണം എന്താണെന്ന് എനിക്ക്... അച്ഛനും അമ്മയും കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോഴാ അവൻ ഇഷയെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. ആലോചനകളൊക്കെ ഞാൻ നിർത്തിവെപ്പിക്കുകയും ചെയ്തു. ഇഷ ഒന്നും മിണ്ടിയില്ല. പക്ഷേ പെട്ടെന്ന് അവന്റെ മനസ്സ് മാറിയേ. ഒരു ദിവസം അവൻ വിളിച്ചു പറഞ്ഞു അവന് വേറെ കല്യാണം ആലോചിച്ചോളാൻ. ഞാൻ അവളെക്കുറിച്ച് ചോദിച്ചു. വെറുപ്പോടെയാ അവളെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോഴേക്ക് അവന് ജപ്പാനിലേക്ക് പോകാൻ സമയവുമായി. ജയസുദയെ ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി. അവളെക്കുറിച്ച് പറഞ്ഞപ്പോ അവൻ പെട്ടെന്ന് സമ്മതിച്ചു. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് നടത്തിയിട്ട് അവൻ പോയത്. ഉണ്ണിയേട്ടന് ഇക്കാര്യം അറിയാമോ? അറിയില്ല. സമയമാകുമ്പോൾ പറയാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോ അറിയിക്കേണ്ട കാര്യവുമില്ലല്ലോ. പിന്നെന്തിനാണ് ഈ രഹസ്യം ചേച്ചി എന്നോട് പറഞ്ഞത്? ഒരു തമാശയുണ്ടായി. അതുകൊണ്ടാ ശ്രുതിയോട് ഇക്കാര്യം പറയാൻ ഞാൻ വന്നത്. എന്താണ്? ശ്രുതിയല്ല ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്തത്. നിന്റെ സ്വരം കേട്ടപ്പോൾ അവത് ഇഷയുടേതുപോലെ തോന്നിയത്രേ. അറിയാതെ ഇഷയുടെ മുഖം ചുവന്നു. ഞാൻ പറഞ്ഞു അത് വെറും തോന്നല. ഇനി വിളിക്കുമ്പോ അവനോട് സംസാരിച്ച് നോക്കാമല്ലോ. അവൻ എന്തോ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയതുപോലെ. എനിക്ക് തോന്നുന്നത് അവൻ ആ കുട്ടിയെക്കുറിച്ച് ഇപ്പോൾ ഓർത്തു കാണും. പക്ഷേ വിധിച്ചതല്ലേ നടക്കൂ. അത് ശരിയാ ചേച്ചി, വിധിച്ചതേ നടക്കൂ. നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. താഴെ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം. ഉണ്ണിയേട്ടൻ വന്നു തോന്നുന്നു. അച്ഛനെയും അമ്മയെയും ഉണ്ണിയേട്ടൻ അമ്പലത്തിൽ ചെന്ന് പിക്ക് ചെയ്ത് കാണും. സബിത എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി. സുദീപ്, വെറും ഡിസ്റ്റർബൻസ് അല്ല നിന്നെ കാത്തിരിക്കുന്നത്. നീ ഇങ്ങ് വരുമല്ലോ. അന്നേരം ഞാൻ ഇവിടെ കാണും. നിന്നെ ശ്വാസം മുട്ടിക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ. രാത്രിയിൽ അവൾ ജമുനയെ വിളിച്ചു. അപ്പോൾ പ്രിയതമന്റെ മധുരസ്വരം നിനക്ക് വീണ്ടും കേൾക്കാൻ കഴിഞ്ഞു അല്ലേ? എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു. നീ എന്നെ പരിഹസിക്കുകയാണോ? ഇഷയ്ക്ക് അരിശം വന്നു. അയ്യോ അല്ല.
അവന്റെ വിളികൾക്കായി നീ കാത്തിരുന്ന കാലം ഒന്ന് ഓർത്തുപോയതാ. നിങ്ങൾ കിന്നാരം പറഞ്ഞ് എന്നെ ഒരുപാട് ബോറടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അവൻ ഇനി വിളിക്കുമ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് പറയും. രക്ഷപ്പെടാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല, ഇഷ പറഞ്ഞു. എന്തെങ്കിലും ഒഴികഴിവുകൾ പറയണം. അപ്പോൾ അവന് സംശയം കൂടും. എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. അവൻ തിരിച്ചു വരുന്നത് വരെ എന്നെക്കുറിച്ചൊന്നും അറിയരുത്, അത്രയുള്ളൂ ആഗ്രഹം. അവന്റെ വീട്ടിലാണ് നീ ഇപ്പോൾ എന്ന് അവൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. അഥവാ അവൻ അറിയുന്നെങ്കിൽ അറിയട്ടെ, ജമുന അവൾക്ക് ധൈര്യം കൊടുത്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് ഇവിടെയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഇവർ എന്നെ താമസിപ്പിക്കില്ല. ഈ വീടും ഞാനും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവന്റെ അച്ഛനോടും അമ്മയോടും ചേട്ടനോടും ചേട്ടത്തിയമ്മയോടും ഒക്കെ എനിക്ക് സ്നേഹമാണ്. കുടുംബജീവിതത്തിന്റെ സുഖവും സുരക്ഷിതത്വവും ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ഈ വീട്ടിൽ നിന്നാണ്. ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിലെ ജോലി, അതും എന്നെ ആകർഷിപ്പിക്കുന്നു. നീ വീണ്ടും ഒരു ട്രാപ്പിലാവുകയാണ്. ഇവിടെ നിന്ന് നീ അങ്ങോട്ട് പോയത് വേറൊരു ഉദ്ദേശത്തോടെയാണ്. അത് മറക്കുന്നു. കാര്യം നടത്തുക, തിരിച്ചു പോരുക, ജമുന പറഞ്ഞു. ഞാനത് മറന്നതല്ല. ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ലൈഫ് സ്റ്റൈലിലുണ്ടായ ചേഞ്ച്, അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. കാലാവധി പൂർത്തിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഗുഡ് ബൈ പറയും. അതാണ് നല്ലത് എല്ലാവർക്കും. ജമുനയോട് സംസാരിച്ചു കഴിഞ്ഞാണ് അവൾ പറഞ്ഞതിനെക്കുറിച്ച് ഇഷ കൂടുതൽ ചിന്തിച്ചത്. ശരിയാണ്, ഇവിടെ ഒരു അറ്റാച്ച്മെന്റും വേണ്ട, ഒരു സെന്റിമെന്റ്സും വേണ്ട. പിറ്റേന്ന് രാവിലെ അരുൺ തോമസ് വിളിച്ചു. ഗുഡ് മോർണിംഗ് ഇഷ. ഗുഡ് മോർണിംഗ്. ഓഫീസിലാണോ? അവൾ ചോദിച്ചു. അതെ, ഒരു കാര്യം അറിയിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അപ്പോയിൻമെന്റ് ഓർഡർ പോസ്റ്റ് വഴി അയക്കാൻ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യേണ്ട, മെയിൽ അയച്ചാൽ മതിയെന്ന് HR മാനേജരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിൽ നോക്കണം. അരുൺ എത്ര ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കുന്നു. ഇഷ എന്ന പേരിലേക്ക് വീട്ടിലേക്ക് കത്ത് വന്നാൽ പോസ്റ്റ്മാൻ അത് ആരുടെ കയ്യിലായിരിക്കും കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. താങ്ക് യു അരുൺ. നാളെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ? ഇഷ അപ്പോൾ തന്നെ ലാപ്ടോപ്പ് എടുത്ത് മെയിൽ ചെക്ക് ചെയ്തു. ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിൽ നിന്ന് കത്ത് വന്ന് കിടപ്പുണ്ടായിരുന്നു. അവൾ അത് വായിച്ചു നോക്കി. 6 മാസത്തെ പ്രൊബേഷൻ, അത് മതി. 6 മാസം കഴിഞ്ഞാൽ താൻ സ്ഥലത്തുണ്ടായില്ല. തുടക്കത്തിൽ ശമ്പളം 50,000. നോട്ട് ബാഡ്. ഫ്രീ മൊബൈൽ കണക്ഷൻ, ഇന്റർനെറ്റ്, ഒഫീഷ്യൽ യൂസിന് വേണ്ടി കാറ്, മെഡിക്കൽ ഇൻഷുറൻസ്. ജോലി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ 2 ദിവസത്തിനകം വില്ലിങ്നെസ് അറിയിക്കണമെന്ന് അവസാനം ഒരു നിർദ്ദേശവും. അപ്പോൾ തന്നെ HR മാനേജർക്ക് അവൾ മറുപടി അയച്ചു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റഡ്. ജോയിനിങ് ടുമോറോ. നാളെ ഓഫീസിൽ ചെന്നിട്ട് ഈ കത്തിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തു വെക്കണം. ഇനി ജോലിയെക്കുറിച്ച് എല്ലാവരോടും പറയാം. സ്വീകരണ മുറിയിൽ വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയും ഉണ്ടായിരുന്നു. 2 പേരോടും അവൾ ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. നന്നായി മോളെ, വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയണ്ടാലോ. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിനും ശരീരത്തിനും നല്ലതാ, വിശ്വനാഥ പിള്ള പറഞ്ഞു. ഓഫീസിലിരുന്നുള്ള ജോലിയല്ലേ മോളെ? സൗദാമിനിയമ്മ ചോദിച്ചു. അതേ അമ്മേ, ചിലപ്പോൾ യാത്ര വേണ്ടി വരും. ഉപയോഗിക്കാൻ കാർ തരുമെന്ന വാക്കുകൾ ഓർമ്മ വന്നപ്പോൾ അവൾ പറഞ്ഞു. യാത്രയൊക്കെ ഒഴിവാക്കണം മോളെ. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് ഓർമ്മ വേണം. ഇഷ ചിരിച്ചു. ദൂരയാത്രയൊന്നും വേണ്ടിവരില്ലമ്മേ, ടൗണിൽ തന്നെ. ഞാൻ ശ്രദ്ധിച്ചോളാം. ജോലിക്കൊക്കെ പോയാൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ തന്നുവിടാം, മറക്കാതെ കഴിക്കണമെന്നേയുള്ളൂ. സുദീപേ, നിന്റെ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് യോഗമുണ്ട്. അല്ലെങ്കിൽ പിന്നെ. അന്ന് കൃഷ്ണനുണ്ണി വന്നപ്പോഴും അവൾ ജോലിക്കാര്യം അയാളോട് പറഞ്ഞു. ദർശനയോടൊന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല, കൃഷ്ണനുണ്ണി പറഞ്ഞു. പ്രഗ്നന്റ് ആയ സ്ത്രീകൾ ഓഫീസ് ജോലിക്ക് പോകാറില്ലേ ഉണ്ണിയേട്ടാ? അവൾ ചോദിച്ചു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എത്രനാൾ പോകാൻ കഴിയുമെന്ന്? പാതിയൊഴി വെച്ച് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നാൽ? അങ്ങനെ പേടിക്കേണ്ട, എഗ്രിമെന്റ് ഒന്നും ഒപ്പിട്ട് കൊടുക്കുന്നില്ലല്ലോ. ഓൾ ദി ബെസ്റ്റ്, അയാൾ ആശംസിച്ചു. താങ്ക് യു. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകാൻ അവൾ സാരിയാണ് എടുത്തത്. ലൈറ്റായിട്ട് മേക്കപ്പ് ഇട്ടു. ഭംഗിയുള്ള ചെറിയ ഹാൻഡ് ബാഗ് എടുത്തു വെച്ചു. പേഴ്സും മൊബൈലും അതിലിരുന്നുള്ളൂ. 9 കാറ് വരുമെന്ന് രാവിലെ അരുൺ മെസ്സേജ് അയച്ചിരുന്നു. അവൾ നേരത്തെ തയ്യാറായി നിന്നു. 9:05 ഗേറ്റിന് വെളിയിൽ കാറ് വന്നു നിന്നു. അച്ഛന്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്ദിച്ചിട്ട് വേണം പോകാൻ എന്ന് പെട്ടെന്ന് അവൾക്കൊരു തോന്നലുണ്ടായി. അവൾ ചെന്ന് വിശ്വനാഥ പിള്ളയുടെയും സൗദാമിനി അമ്മയുടെയും പാദം തൊട്ട് വന്ദിച്ചു. പോയിട്ട് വാ മോളെ, 2 പേരും അനുഗ്രഹിച്ചു. കൃഷ്ണനുണ്ണിയും സബിതയും അപ്പോൾ അവരുടെ മുറിയിലായിരുന്നു. കുറെ നാൾ മുമ്പായിരുന്നെങ്കിൽ, സൗദാമിനിയമ്മ പറയുന്നത് പടിയിറങ്ങുമ്പോൾ ഇഷ കേട്ടു. മുമ്പായിരുന്നെങ്കിൽ? വിശ്വനാഥ പിള്ള ചോദിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ശ്രുതി ഇവിടെ വന്നതെങ്കിൽ നമ്മുടെ സുദീപിന്. നടക്കാത്ത കാര്യമൊക്കെ എന്തിനാ സൗദാമിനി പറയുന്നത്?
അവൾ ചെന്ന് കാറിൽ കയറി. ഇത്തവണ ജോമോനല്ലായിരുന്നു ഡ്രൈവർ. ഓഫീസിലെത്താൻ 15 മിനിറ്റ് എടുത്തു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു റോഡിൽ. 9:30 HR മാനേജർ അലക്സ് ചെറിയാൻ വന്നപ്പോൾ. അതുവരെ അവൾക്ക് റിസപ്ഷനിൽ കാത്തിരിക്കേണ്ടി വന്നു. അരുൺ അപ്പോഴും എത്തിയിരുന്നില്ല. അവളെ കണ്ട് അലക്സ് ചെറിയാൻ അടുത്തേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് ഇഷ. അയാൾ പുഞ്ചിരിയോടെ അഭിവാദനം ചെയ്തു. ഗുഡ് മോർണിംഗ് സാർ. വന്നിട്ട് അധിക നേരമായോ? ഇല്ല, ജസ്റ്റ് 10 മിനിറ്റ്സ്. പ്ലീസ് കം. അയാളുടെ മുറിയിലേക്കാണ് അവർ പോയത്. ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഗൗരവം അപ്പോൾ ഉണ്ടായിരുന്നില്ല. സൗഹൃദത്തോടെ അവളുടെ ജോലിയുടെ സ്വഭാവം അയാൾ വിവരിച്ചു കൊടുത്തു. ഇഷയുടെ സീറ്റ് റെഡിയാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വന്നാൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് മീ. താങ്ക് യു സർ. ഫ്രണ്ട് ഓഫീസിന്റെ അടുത്ത് തന്നെയായിരുന്നു ഇഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ക്യാബിൻ. ഗ്ലാസ് ടോപ്പുള്ള വലിയ ടേബിൾ, റിവോൾവിംഗ് ചെയർ. ക്യാബിൻ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾ കസേരയിലിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അരുൺ വിളിച്ചു. ഞാൻ റൂമിലുണ്ട്, ലഞ്ച് ടൈമിൽ കാണാം. ഓക്കെ. അല്പനേരം കഴിഞ്ഞപ്പോൾ അവളുടെ മേശപ്പുറത്തെ 2 ടെലിഫോണുകളിൽ വെള്ള നിറമുള്ളത് ബെല്ലടിച്ചു. അത് ഇന്റർകോം ആണ്. ഹലോ. അവൾ റിസീവർ എടുത്തു. ഇഷ, ഐ എം അലക്സ് ചെറിയാൻ. 10:30 ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമർ വരും. വൺ മിസ്റ്റർ ഈപ്പൻ വർഗീസ്. യു ഹാവ് ടു ഡീൽ ഹിം. ഓക്കെ സർ. അവൾക്ക് ചെറിയ പരിഭ്രമം തോന്നാതിരുന്നില്ല. ജനറൽ എൻക്വയറിക്ക് വരുന്ന കസ്റ്റമറാണ്. അയാളെ കൊണ്ട് ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യിച്ചാൽ അത് അവളുടെ വിജയമായിരിക്കും. കമ്പനി വക ബ്രോഷറുകൾ അവൾ അരമണിക്കൂറിനുള്ളിൽ വായിച്ച് മനസ്സിലാക്കി. പണി നടന്നു വരുന്ന പ്രോജക്റ്റുകൾ, റെഡി ടു ഒക്യുപ്പൈ അപ്പാർട്ട്മെന്റ്സ്. 10:30 കഴിഞ്ഞപ്പോൾ ഭംഗിയായി വേഷം ധരിച്ച മധ്യവയസ്കനും സുന്ദരിയായ മധ്യവയസ്കയും അവളുടെ ക്യാബിനിലേക്ക് വന്നു. പ്ലീസ് സിറ്റ് ഡൗൺ. അവൾ പ്രസന്നമായ മുഖത്തോടെ 2 പേരെയും സ്വീകരിച്ചു. ഐ ആം ഈപ്പൻ വർഗീസ്. ഇതെന്റെ വൈഫ് ലിസ. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഐ ആം ഇഷ. സാർ എന്തു ചെയ്യുന്നു? അവൾ ചോദിച്ചു. ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് ഉണ്ട്. 2 വീലറിന്റെ. ഞങ്ങൾക്ക് വീടുണ്ട്. ഞങ്ങളിപ്പോൾ വന്നത് ലിസയുടെ അനിയന് ഒരു ഫ്ലാറ്റ് മേടിക്കണമെന്നുണ്ട്. റിവർ സൈഡ് ആയാൽ കൊള്ളാമെന്ന് അവൻ ആഗ്രഹമുണ്ട്. അവൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. സാറിന്റെ ബ്രദറിൻലോ എവിടെയാണ്? അവൾ ചോദിച്ചു. അവൻ ബാംഗ്ലൂരിലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവിടെ ഏത് കമ്പനിയിലാണ്? മൈക്രോസോഫ്റ്റ്. ലിസയാണ് പറഞ്ഞത്. അവൾ അറിയാതെ ഒന്ന് ഞെട്ടി. ബ്രദറിന്റെ പേരെന്താണ്? സിറിൽ. സിറിൽ ജോൺ. ഈശ്വര, സിറിലിന്റെ ചേച്ചിയും ചേട്ടനുമാണ് മുന്നിലിരിക്കുന്നത്. ഇഷ ചിരിക്കാൻ ശ്രമിച്ചു. അത് ഒരു വിളറിയ ചിരിയായിരുന്നു. ലിസയുടെ മുഖത്തേക്ക് ഇഷ ഒന്ന് നോക്കി. അവർക്ക് സിറിലിന്റെ നേരെ ചായയുണ്ടെന്ന് അവൾ പെട്ടെന്ന് കണ്ടെത്തി. 2 സഹോദരിമാരുണ്ടെന്ന് സിറിൽ പറഞ്ഞിട്ടുണ്ട്. 2 പേരും അവനേക്കാൾ മൂത്തവർ. ഒരാൾ ഹോമിയോ ഡോക്ടർ, മറ്റേയാൾ പാചക വിദഗ്ധ. കാറ്ററിംഗ് സർവീസ് ഉണ്ട് അവർക്ക്. ഇത് ഹോമിയോ ഡോക്ടറോ അതോ പാചക വിദഗ്ധയോ? എന്താണ് നോക്കുന്നത്? ആ സ്ത്രീ ചോദിച്ചു. ഒന്നുമില്ല. ചേച്ചിയുടെ മുഖം ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുള്ളതുപോലെ. ഓർമ്മ വരുന്നില്ല. ഇഷ വെറുതെ പറഞ്ഞു. ഈപ്പൻ വർഗീസ് പുഞ്ചിരിച്ചു. ഇവളുടെ ഫോട്ടോ കണ്ടു കാണും. പത്രത്തിലും വീക്ക്ലിയിലുമൊക്കെ ഇവൾ റെസിപ്പികൾ എഴുതാറുണ്ട്. ലിസ വർഗീസ് കുഞ്ചാറ്റിൽ. ഓ, അതായിരിക്കും. വെരി ഹാപ്പി ടു മീറ്റ് യു. അവൾ സൗഹൃദഭാവത്തിൽ ലിസയുടെ നേർക്ക് കൈനീട്ടി. ലിസ അവളുടെ കൈപിടിച്ചു. പേരെന്താണെന്ന് പറഞ്ഞത്? ഇഷ. ഇഷ അരവിന്ദ്. അവൾ ഓർക്കാതെ പറഞ്ഞു പോയി. അല്ലെങ്കിൽ തന്നെ പേര് പറയാതെ പറ്റില്ലല്ലോ. ഈ ഡീല് നടക്കുകയാണെങ്കിൽ സിറിലെ വരും. അവൻ കാണും. തന്റെ അജ്ഞാതവാസം അവസാനിക്കും. അതോടെ വലിയൊരു രഹസ്യം പുറത്താകും. വേണമെങ്കിൽ ഇപ്പോൾ വർഗീസിനെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയക്കാനും കഴിയും. അയാൾ വേറെ ഏതെങ്കിലും അപ്പാർട്ട്മെന്റ് ഉടമയെ സമീപിക്കും. റിവർസൈഡ് വില്ലകളും ഫ്ളാറ്റുകളും വേറെ പല പ്രമുഖ ബിൽഡേഴ്സും നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഡീൽ നഷ്ടപ്പെടുത്തിയാൽ കസ്റ്റമർ റിലേഷൻ മാനേജർ എന്ന നിലയിൽ അത് തന്റെ കഴിവുകേടായി വ്യാഖ്യാനിക്കപ്പെടും. അതോടെ തന്നിലുള്ള മതിപ്പ് ഇല്ലാതാകും. ചുങ്കത്ത് നിങ്ങളുടെ കുറച്ച് ഫ്ളാറ്റുകൾ ഫിനിഷിംഗ് സ്റ്റേജിലാണെന്നാണ് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് സിറിൽ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ഈപ്പൻ വർഗീസ് പറഞ്ഞു. യെസ്, 8 ഫ്ളാറ്റുകൾ ആകും. അതിലൊരെണ്ണമാണ് സിറിലിന് വേണ്ടത്. ലിസ ആഗ്രഹം വെളിപ്പെടുത്തി. സിറിലിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരം എത്തി എന്ന് ഇഷയ്ക്ക് മനസ്സിലായി. അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല, അവൻ ബാംഗ്ലൂരിലാണ്. പിന്നെന്തിനാ ഇവിടെ ഫ്ലാറ്റ് മേടിക്കുന്നത്? റെന്റിന് കൊടുക്കാനാണോ? അല്ല, അവൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ പോവാണ്. 1-2 മാസം അതിനുള്ളിൽ വരും അവൻ. മാരീഡാണോ? അവൾ വെറുതെ ചോദിച്ചു. അല്ല, അവനിങ്ങ് വന്നിട്ട് വേണം പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അവൻ കെട്ടിയിട്ടില്ല. നാട്ടിൽ ചില ആലോചനകൾ നടക്കുന്നുണ്ടെന്ന് അവൻ മുന്നൊരിക്കൽ പറഞ്ഞിരുന്നു.
ഈരാറ്റുപേട്ടെന്ന് ഒരു ഡോക്ടറുടെ ആലോചന വന്നിട്ടുണ്ട്. കൊച്ച് MBBS കഴിഞ്ഞ് വലിയൊരു MDക്ക് പഠിക്കുക. രണ്ടുപേരും ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തതാ. പക്ഷെ ഇപ്പം അവൻ ഓരോരോ ഒഴിവുകഴിവ് പറഞ്ഞ് പിന്നോട്ട് പോവുകയാ. കാര്യം എന്താണെന്ന് ഞങ്ങൾക്കൊരു പിടിയുമില്ല. ലിസ ഇത്തിരി നിരാശയോടെ പറഞ്ഞു. അവൻ അവിടെ വല്ല അഫെയറും കാണും. എനിക്കതാ തോന്നുന്നേ. ഈപ്പൻ കാരണം കണ്ടുപിടിച്ചു. അവിടെ ഒരു പെണ്ണുമായും സിറിലിനടുപ്പമില്ല. അക്കാര്യം പക്ഷേ ഇവരോട് പറയാൻ പറ്റില്ലല്ലോ. എന്തിനാ അതൊക്കെ നമ്മൾ ഇവിടെ പറയുന്നേ? നമുക്ക് വന്ന കാര്യം സംസാരിക്കാം. പെട്ടെന്ന് ലിസ വിഷയം മാറ്റി. അതാണ് നല്ലതെന്ന് ഇഷയ്ക്കും തോന്നി. തൽക്കാലം സിറിലിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ബാംഗ്ലൂരിനെ കുറിച്ച് ഓർക്കുകയും വേണ്ട. ചുങ്കത്ത് പണി പൂർത്തിയാക്കാറായ ഫ്ളാറ്റുകളെക്കുറിച്ച് അവർ ഒരു ചെറു വിവരണം കൊടുത്തു. വില കേട്ടപ്പോൾ ഈപ്പൻ വർഗീസിനും ലിസയ്ക്കും ആശ്വാസം. ഒട്ടും കൂടുതലല്ല അവരുടെ മുഖഭാവത്തിൽ നിന്ന് അവൾക്ക് തോന്നി. ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞു. ഇപ്പോ പെയിന്റിംഗ് നടക്കുകയാണ്. പോയി കാണാൻ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ കൂടെ വരാൻ ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്യാം, ഇഷ പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്, ഈപ്പൻ വർഗീസ് രഹസ്യം വെളിപ്പെടുത്തി. അതിന്റെ വില, ഇനീഷ്യൽ ബുക്കിംഗ് എമൗണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നത്, ലിസ പറഞ്ഞു. 5 lakhs ആണ് ആദ്യത്തെ പേയ്മെന്റ്. അത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ ബാലൻസ് അമൗണ്ട് ഇൻ ഫുൾ, അവൾ വിവരിച്ചു. ചെക്ക് തന്നാലും മതിയല്ലോ. നോ പ്രോബ്ലം. അടുത്ത 20 മിനിറ്റിനുള്ളിൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്തി ഈപ്പൻ വർഗീസും ലിസയും പോകാൻ തയ്യാറായി. ക്യാൻ ഐ ഹാവ് യുവർ കാർഡ്? സിറിലിന് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ അവന് കോണ്ടാക്ട് ചെയ്യാമല്ലോ, ഈപ്പൻ വർഗീസ് പറഞ്ഞു. കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതും ഭാഗ്യം. ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടി വന്നേനെ. ഇഷ എന്ന പേര് കണ്ടാൽ സിറിൽ ഉടൻ വിളിക്കും. സോറി, എന്റെ കാർഡ് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. ഞാൻ തൽക്കാലം മാർക്കറ്റിംഗ് മാനേജറുടെ നമ്പർ തരാം. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. മാർക്കറ്റിംഗ് മാനേജർ അനൂപ് നായരുടെ കാർഡ് അവളുടെ മേശപ്പുറത്തുണ്ടായിരുന്നു. ഒരെണ്ണം എടുത്ത് അവൾ ഈപ്പൻ വർഗീസിന് കൊടുത്തു. താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം, അയാൾ പറഞ്ഞു. തീർച്ചയായും. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ ഇഷ ആശ്വാസത്തോടെ കസേരയിലേക്ക് ചാരിയിരുന്നു. സിറിൽ വരും, വരാതിരിക്കില്ല. അത് അപകടമുണ്ടാക്കുകയും ചെയ്യും. രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം? അവന്റെ നമ്പർ സെൽഫോണിലുണ്ട്. തൽക്കാലം നാട്ടിലേക്ക് വരരുതെന്ന് അവനെ വിളിച്ചു പറയാം. താൻ നാട്ടിലുണ്ടെന്നറിഞ്ഞാൽ ഉറപ്പായും അവൻ വന്നിരിക്കും. സിറിലിന്റെ വരവ് എങ്ങനെയെങ്കിലും തടയണം. അതിന് ജമുന വിചാരിച്ചാലേ നടക്കൂ. രാത്രിയിൽ അവളെ വിളിക്കണം. ലഞ്ച് കഴിക്കണ്ടേ? 12:30 കഴിഞ്ഞപ്പോൾ അരുൺ വിളിച്ചു ചോദിച്ചു. ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഗർഭിണികൾ പട്ടിണിയായിരിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഗൗരവവും നിറഞ്ഞ ചോദ്യം കേട്ടപ്പോൾ അവൾ ചിരിച്ചുപോയി. സുദീപിന്റെ അമ്മയെപ്പോലെയാണല്ലോ അരുൺ സംസാരിക്കുന്നത്. മോന്റെ സ്നേഹം കിട്ടിയില്ലെങ്കിലും അമ്മയുടെ സ്നേഹത്തിന് കുറവൊന്നുമില്ല. അതുപോട്ടെ, കഴിക്കാൻ എന്താണ് വേണ്ടത്? നമുക്ക് പാഴ്സൽ വരുത്താം. ഞാനും ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കഴിക്കുന്നത്, അയാൾ പറഞ്ഞു. എന്തെങ്കിലും വാങ്ങിപ്പിക്കൂ. മീൽസ് കിട്ടില്ല. ഫ്രൈഡ് റൈസ് മതിയോ? മതി. 1 മണിയാകുമ്പോൾ ഡൈനിങ് റൂമിലേക്ക് വന്നോളൂ. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ. ചെറിയ ഹാളായിരുന്നു ഡൈനിങ് റൂം. ചതുരാകൃതിയിലുള്ള 4-5 മേശകൾ, അതിനു ചുറ്റും കസേരകൾ. ഇഷ ചെന്നപ്പോൾ അരുൺ തോമസ് ഒരു മേശയുടെ അടുത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മറ്റു മേശകളുടെ അടുത്ത് അവൾക്ക് പരിചയമില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും ചിരിച്ചും സംസാരിച്ചും ഭക്ഷണം കഴിക്കുന്നു. ഇഷ ഇരിക്കൂ. ഒരു പാഴ്സലാണ് അയാൾ വരുത്തിയത്. അത് നന്നായി. 2 പ്ലേറ്റുകളിലേക്ക് ഫ്രൈഡ് റൈസ് വിളമ്പിയപ്പോൾ ആവശ്യത്തിലും അധികമുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് റെസ്റ്റോറന്റ് ഉണ്ടോ? സ്പൂൺ ഉപയോഗിച്ച് റൈസ് കോരിയെടുക്കുമ്പോൾ അവൾ ചോദിച്ചു. 2 എണ്ണമുണ്ട്. എന്താ, റെസ്റ്റോറന്റിൽ നിന്ന് സ്ഥിരമായി കഴിക്കാനാണോ ഉദ്ദേശം? അരുൺ പുഞ്ചിരിയോടെ അവളെ നോക്കി. രാവിലെ ടിഫിൻ തയ്യാറാക്കി തരാൻ പറയാനൊരു ബുദ്ധിമുട്ട്, അവൾ പറഞ്ഞു. എങ്കിൽ വേണ്ട. പക്ഷേ എന്നും ഒരേ ഫുഡ് കഴിച്ചാൽ മടുക്കും. അല്ലെങ്കിൽ ടൗണിൽ പോണം. 1 മണിക്കൂറിലൂടെ സമയമെടുക്കും. തൽക്കാലം ഇത് മതി. രാവിലെ ഒരു ഡീല് നടത്തി എന്നറിഞ്ഞു. ആര് പറഞ്ഞു? ആശ്ചര്യത്തോടെ അവൾ അയാളെ നോക്കി. അനൂപ് വിളിച്ചു പറഞ്ഞു. ഹീ ഈസ് ഹാപ്പി. ആദ്യ ദിവസം തന്നെ. അതെന്റെ മിടുക്കൊന്നുമല്ല അരുൺ, അവർ തീരുമാനിച്ചുറച്ചു വന്നതായിരുന്നു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു ഈപ്പൻ വർഗീസാണ് വന്നത്. ഫ്ലാറ്റ് വാങ്ങുന്നത് അയാളുടെ ബ്രദറിൻലോയ്ക്ക് വേണ്ടിയാണ്. ഓ, ബ്രദറിൻലോയുടെ പേര് സിറിൽ എന്നാണ്. ആ പേര് മുമ്പ് കേട്ടിട്ടുണ്ടോ? സിറിൽ, യുവർ ഫ്രണ്ട് ഇൻ ബാംഗ്ലൂർ? പെട്ടെന്ന് അരുണിന് ഓർമ്മ വന്നു. യെസ്, സിറില് നാട്ടിൽ വരാൻ പോവാണത്രേ. ഞാൻ ഇപ്പോഴും എവിടെയാണെന്ന് അവനറിയില്ല. അവൻ വന്ന് എന്നെ കണ്ടുപിടിച്ചാൽ അത് കുഴപ്പമാകുമല്ലോ. അതെ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ജമുനയ്ക്ക് മാത്രമേ അറിയൂ.
രണ്ടുപേരും ആലോചനയിൽ മുഴുകി അല്പനേരം നിശബ്ദരായിരുന്നു. സാരമില്ല, നമുക്കെന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല ഈ ലോകത്ത്. ഡോണ്ട് വെറി. അന്ന് രാത്രിയിൽ അവൾ ജമുനയെ വിളിച്ചു. സിറിലിന്റെ അളിയനും പെങ്ങളും കൂടി ഫ്ലാറ്റ് വാങ്ങാൻ വന്ന കാര്യം അവൾ പറഞ്ഞു. നീ ഇപ്പോൾ എവിടെയാണെന്ന് സിറിലിന് ഒരു ഐഡിയയുമില്ല. ഇന്നലെയും അവൻ നിന്റെ കാര്യം എന്നോട് ചോദിച്ചു. ഓഫീസിൽ വെച്ച് ഞങ്ങൾ കാണാറില്ല. ഇന്നലെ സഞ്ജയ് അവന്റെ ഫ്ലാറ്റിൽ വെച്ച് ഞങ്ങൾക്കൊരു ഡിന്നർ തന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. സഞ്ജയുടെ മോളുടെ ആദ്യത്തെ ബർത്ത്ഡേ. ആ ഡിന്നർ ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ലായിരുന്നു, ഇഷ പറഞ്ഞു. അവളുടെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സായിരുന്നു സഞ്ജയും അവന്റെ ഭാര്യ സുരയ്യയും. നിന്നെക്കുറിച്ച് പലതും സംസാരിച്ചു. അവർക്കെല്ലാവർക്കും ശരിക്കും വിഷമമുണ്ട്. എല്ലാവരും സുദീപിനെയാണ് കുറ്റപ്പെടുത്തിയത്. നിന്റെ വേറെ ബോർഡ്സ് എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സിറിൽ അത് വിശ്വസിച്ചിട്ടില്ല. ഞാൻ അറിയാതെ നീ എങ്ങോട്ടും പോവില്ലെന്നാണ് അവന്റെ വിചാരം. ഞാൻ എവിടെയുണ്ടെന്ന് ഇനി വളരെ വേഗം അവനറിയും. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാ നീ ഞെട്ടരുത്, ജമുന മുന്നറിയിപ്പ് കൊടുത്തു. എന്താണ്? ഇഷ ഒന്ന് പരിഭ്രമിച്ചു. ഇപ്പോൾ സിറിലിന്റെ ആഗ്രഹം എന്താണെന്നോ? നിന്നെ മാരേജ് ചെയ്യണമെന്ന്. പോടി, അവൾക്ക് ദേഷ്യം വന്നു. സത്യം, അവൻ ഇക്കാര്യം ഇന്നലെ എന്നോട് പറഞ്ഞു. ഡിന്നറിന് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു അല്ലേ? ഇഷ ചോദിച്ചു. ചോദ്യത്തിന്റെ അർത്ഥം ജമുനയ്ക്ക് മനസ്സിലായി. അവൻ വെള്ളമടിച്ചിട്ട് പറഞ്ഞതൊന്നുമല്ല. ഇൻഫാക്ട് ഇന്നലെ അവൻ ഡ്രിങ്ക്സ് കഴിച്ചതേയില്ല. അവന് നല്ല കുറ്റബോധമുണ്ട്. അവൻ കാരണമാണല്ലോ സിദ്ദിബി നീയും തെറ്റിയതെന്നോർത്ത്. അതിൽ സിറിലൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവൻ നിന്റെ റൂമിൽ സെൽഫോൺ വച്ച് മറന്നിട്ടില്ലായിരുന്നെങ്കിൽ കഥ ഇങ്ങനെയാകുമായിരുന്നില്ലല്ലോ. മനഃപൂർവ്വമല്ലല്ലോ സിറിൽ. അത് നമുക്കല്ലേ അറിയൂ. അവന്റെ ഒരേയൊരു ഉദ്ദേശം ഇപ്പോൾ ഇതാണ്. എങ്ങനെയെങ്കിലും നിന്നെ കണ്ടുപിടിക്കണം. നിനക്ക് ഒരു ജീവിതം തരണം. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന ആ നിമിഷം അവന്റെ പൂതി അവസാനിക്കും, ഇഷ പറഞ്ഞു. അല്ലടി, അവൻ സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഐ സോ ഹിം ക്രൈ. ജമുന പറഞ്ഞത് കേട്ടപ്പോൾ അവളുടെ നെഞ്ചിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. നോ ജമുന, അവന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. പക്ഷേ അവന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ പിണക്കില്ല. എന്ത് സഹായം? ജമുനയുടെ ആകാംക്ഷ ഉണർന്നു. പറയാറായിട്ടില്ല. അവൻ എപ്പോഴെങ്കിലും എന്റെ മുമ്പിൽ വന്നു പെട്ടാൽ അപ്പോൾ ഞാൻ പറയാം. ജമുന മിണ്ടിയില്ല. എന്തായാലും എന്റെ ദിവസങ്ങൾ സംഭവബഹുലമാവുകയാണ്. ആരും അറിയാതെ വന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ പോകാൻ വന്ന ഞാൻ. നീയൊരു ഭൂമികുലുക്കമുണ്ടാക്കിയിട്ടേ വരൂ, ജമുന പൊരിപ്പിച്ചു. ഇഷ ഒന്ന് നെടുവേർപ്പിട്ടു. വരുന്നത് പോലെ വരട്ടെ, നമുക്കൊന്നും തടയാൻ പറ്റില്ലല്ലോ. കാറ്റിൽ ചിലതൊക്കെ പറന്നു പോകും, ചിലതൊക്കെ അവശേഷിക്കും. എന്റെ ഗതി എനിക്കറിയില്ല ജമുന. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉറക്കം വരാതെ ഈഷ വളരെ നേരം കിടന്നു. അവൾ സിറിലിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ആണുങ്ങൾ ഇത്ര പാവമാകാൻ പാടില്ല. പിറ്റേന്ന് രാവിലെ അവൾ ഓഫീസിലേക്ക് പോകാൻ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ ഭംഗിയുള്ള പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സുമായി സബിത വന്നു. ബാഗിൽ ഇതുകൂടി വെക്കാൻ സ്ഥലം കാണില്ലേ? എന്താ ചേച്ചി ഇത്? ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറാണ്. പുറത്തുനിന്ന് കഴിച്ചാൽ ശരിയാവത്തില്ല. അവിടെ നല്ല വെള്ളം കിട്ടുമോ? ഇല്ലെങ്കിൽ തന്നുവിടാം. ചേച്ചി വെറുതെ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഏയ്, ഉണ്ണിയേട്ടനും എനിക്കും ചോറ് കൊണ്ടുപോകേണ്ടേ? പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. കുറച്ച് തൈര് വെച്ചിട്ടുണ്ട്, അത് കുടിക്കണം. തൈരിൽ കാൽസ്യമുണ്ട്. ഇഷ ടിഫിൻ ബോക്സ് വാങ്ങി ബാഗിൽ വെച്ചു. സബിത ചേച്ചി കഷ്ടപ്പെടുന്നത് തനിക്ക് വേണ്ടിയല്ല, തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ അത് ക്രൂരതയാണ്. 3-4 ദിവസങ്ങൾ കടന്നുപോയി. ഓഫീസ് ജീവിതം അവൾക്ക് രസകരമായി അനുഭവപ്പെട്ടു. ശരിക്കും അവൾ അത് ആസ്വദിക്കുകയും ചെയ്തു. പുതിയ സുഹൃത്തുക്കൾ, മാറി മാറി വരുന്ന കസ്റ്റമേഴ്സ്, ഓഫീസിന്റെ ഭാഗമാകുമ്പോൾ കിട്ടുന്ന സംതൃപ്തി. അടുത്ത സൺഡേ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോഗ്രാം ഉണ്ടോ? ലഞ്ച് കഴിക്കുമ്പോൾ അരുൺ അവളോട് ചോദിച്ചു. ഇല്ല. വൈ ഡോണ്ട് യു കം ടു മൈ ഹോം ഫോർ ലഞ്ച്? അവൾ അത്ഭുത ഭാവത്തിൽ അയാളെ നോക്കി. അതിന് വീട്ടിലുള്ള ആരെയും എനിക്ക് പരിചയമില്ലല്ലോ. വീട്ടിലിപ്പോ മമ്മി മാത്രമേയുള്ളൂ. മമ്മിയോട് ഞാൻ ഇഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം? അയാളൊന്ന് പകച്ചു. നോ, എന്റെ ഓഫീസിൽ ഇഷ എന്നൊരു കസ്റ്റമർ റിലേഷൻ മാനേജർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും അതിനു മുമ്പേ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നുവെന്നും. ഇഷ പേയിങ് ഗസ്റ്റായിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ മമ്മിയാണ് സജസ്റ്റ് ചെയ്തത് ഇഷയെ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്യാൻ. ഓക്കെ, ഇൻവിറ്റേഷൻ അക്സെപ്റ്റഡ്. അരുണിന്റെ മമ്മിയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അവൾ പറഞ്ഞു. താങ്ക് യു. അരുൺ അതിമനോഹരമായി ചിരിച്ചു. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് ശനിയാഴ്ച തന്നെ അവൾ സബിതയോടും സൗദാമിനിയമ്മയോടും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ കാറുമായി അരുൺ വന്നു.
അയാൾ ഗേറ്റിന് വെളിയിൽ വണ്ടി നിർത്തി. അകത്തേക്ക് വന്നില്ല. അവൾ ചെന്ന് കാറിൽ കയറി. എവിടെയാണ് അരുൺ താമസിക്കുന്നത്? കാറിലിരിക്കുമ്പോൾ അവൾ ചോദിച്ചു. മേരിക്കിരിയിലാണ് എന്റെ വീട്. സ്ഥലപ്പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അതൊരു കുന്നിൻ മുകളിലാണെന്ന്. പക്ഷേ കുന്നിൻ ചെരുവിലായിരുന്നു അരുണിന്റെ മനോഹരമായ ഇരുനില വീട്. ഭൂമി വെട്ടി നിരപ്പാകാതെ കുന്നിന്റെ ചരിവിനനുസരിച്ച് 2 തട്ടുകളിലായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റിനും പൂമരങ്ങളും ഫലവൃക്ഷങ്ങളും ചെടികളും. പോർച്ചിൽ ചെന്ന് കാർ നിന്നു. അരുണിന്റെ മമ്മി മോനമ്മ വെളുത്ത് തടിച്ച ഒരു സ്ത്രീയായിരുന്നു. മുടി വെള്ളി പോലെ നരച്ചിരുന്നു. സ്റ്റീൽ ഫ്രെയിമുള്ള കണ്ണടയ്ക്കുള്ളിലൂടെ അവർ ഇഷയെ സൂക്ഷ്മമായി നോക്കി. മമ്മി, ഇതാണ് ഇഷ. അരുൺ അവളെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. ഹലോ ക്രിസ്റ്റി. അയാൾ മുറ്റത്തേക്കിറങ്ങി. ഇഷയുടെ 2 ചുമലുകളിലും പിടിച്ച് മോനമ്മ പുഞ്ചിരിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമായി മോളെ, അവർ പറഞ്ഞു. അത് വെറും വാക്കല്ലെന്ന് അടുത്ത നിമിഷത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. മോൾ ഇസ്ലാമാണോ? അടുത്ത നിമിഷത്തിൽ മോനമ്മ ചോദിച്ചു. അല്ല. ക്രിസ്ത്യൻ? നോ. ഞാൻ ചോദിച്ചെന്നേയുള്ളൂ മോളെ. ഏത് മതക്കാരിയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. മോള് വലതുകാലം വെച്ച് തന്നെ കയറി വാ. അരുണിന്റെ മമ്മി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പെട്ടെന്ന് ഇഷയ്ക്ക് മനസ്സിലായി. താനായിട്ടത് തിരുത്തൊന്നുമില്ല. കാര്യങ്ങൾ എവിടെ വരെ പോകുമെന്നറിയാമല്ലോ. അവൾ വലതുകാലം വെച്ച് തന്നെ അരുണിന്റെ വീട്ടിലേക്ക് പടികയറി. അരുൺ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയാണ് നീ. ഇന്നലെ അവൻ നിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഐ റിയലി സർപ്രൈസ്ഡ്. അരുണിന് ഒരു ഗേൾ ഫ്രണ്ട്. എന്റെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായിരുന്നു അത്. അവളെയും കൊണ്ട് മോനമ്മ ഡ്രോയിങ് റൂമിലേക്ക് നടന്നു. അരുൺ അപ്പോഴും പുറത്ത് ഫോണിലായിരുന്നു. ഇരിക്കുമോളെ. അതിമനോഹരമായി ക്രമീകരിച്ച ഒരു സ്വീകരണ മുറിയായിരുന്നു അത്. കലാചാതുരിയോടെ വീട്ടിൽ പണിത സെറ്റുകൾ, കസേരകൾ, ടീപ്പോയ്, ഭിത്തിയിൽ അപൂർവമായ പേൻ. അവൾ സെറ്റിയിലിരുന്നു. മോളുടെ വീടെവിടെയാണ്? സെറ്റിയിലടുത്ത് മോനമ്മയിരുന്നു. നെയ്യാറ്റിൻകരയിൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പേരൻസ് പണ്ടേ മരിച്ചു. അമ്മയുടെ ചേച്ചിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. അവരും മരിച്ചു. ബന്ധുക്കളെന്ന് പറയാൻ അക്കാര്യത്തിൽ വിഷമം വേണ്ട. കഴിഞ്ഞ മാസമാണ് അരുണിന്റെ ഓഫീസിൽ ജോയിൻ ചെയ്തതെന്ന് അവൻ പറഞ്ഞു. എത്ര പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സായി. ഐ ആം ഹാപ്പി. മോനമ്മ അവളുടെ കൈയെടുത്ത് പിടിച്ചു. അപ്പോഴാണ് അരുൺ പുറത്തുനിന്ന് കയറി വന്നത്. ഓ, നിങ്ങൾ പെട്ടെന്ന് കമ്പനി ആയെന്ന് തോന്നല്ലോ. ഇഷ, സൂക്ഷിക്കണം. മമ്മി ചില പ്ലാനും പദ്ധതികളും ഒക്കെ ഇടും. വീണുപോകരുത്. ചിരിച്ചുകൊണ്ട് അയാൾ മോനമ്മയെ നോക്കി. നീ പോടാ. ഞങ്ങളുടെ കമ്പനിയിൽ തൽക്കാലം നിങ്ങളെ വേണ്ട. ഞങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ട്. നീ നിന്റെ റൂമിലേക്ക് പോ. സമയമാകുമ്പോൾ പറയാം. അന്നേരം വന്നാ മതി. ഉത്തരവ്. മുറിയിലേക്ക് പോകുന്നതിനു പകരം അയാൾ കിച്ചണിലേക്കാണ് പോയത്. അവിടെ ത്രേസ്യാമ്മ തിരക്കിട്ട് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ടായിരുന്നു. വെളുത്തു മെലിഞ്ഞ് 50-കാരിയായിരുന്നു ത്രേസ്യാമ്മ. പക്ഷേ അവരുടെ ഓരോ ചലനത്തിലും ചുറുചുറുക്കുണ്ടായിരുന്നു. അരുൺമോന്റെ കൂട്ടുകാരി വന്നോ? അവർ തിരക്കി. വന്നു. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടായോ? അതാ ഞാനും ആലോചിക്കുന്നേ. പൈനാപ്പിൾ ഉണ്ട്. ചെത്തിത്തന്ന ജ്യൂസ് അടിക്കാമോ? പിന്നെന്താ, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. വിറകടുപ്പിലെ മൺചട്ടിയിൽ മീൻകറി തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. പൊരിച്ചെടുക്കാൻ പാകത്തിന് മസാല പുരട്ടിവെച്ച കോഴിയിറച്ചി കഷ്ണങ്ങൾ ഫ്രൈയിങ് പാനിൽ വിളഞ്ഞു പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്ത് ത്രേസ്യാമ്മ മൂർച്ചയുള്ള കത്തികൊണ്ട് ധൃതിയിൽ അതിന്റെ മുള്ള് ചെത്തിയിറക്കാൻ തുടങ്ങി. ഇഷയുടെ കണ്ണുള്ളിലെ നോക്കി നോക്കി മോനം അല്പനേരം ഇരുന്നു. മമ്മി ഹോമിയോ ഡോക്ടറായിരുന്നു അല്ലേ? അവൾ ചോദിച്ചു. അതും അവൻ പറഞ്ഞോ? അവന്റെ ഡാഡി പ്ലാന്ററായിരുന്നു. തറവാട് പൊങ്കുന്നത്താ. ഞാനും അവിടെയാ പ്രാക്ടീസ് ചെയ്തേ. 3 കൊല്ലം മുമ്പ് അവന്റെ ഡാഡി പോയി. അതിനു മുമ്പ് അവൻ ഈ സ്ഥലം മേടിച്ച് വീട് വെച്ചു. ഏതോ ഓർമ്മയിൽ മുഴുകി മോനം അല്പനേരം ഇരുന്നു. അവൻ പെണ്ണ് കെട്ടി കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്ന് ഡാഡി ഇടയ്ക്കിടെ പറയുമായിരുന്നു. അത് നടന്നില്ല. പെണ്ണ് കെട്ടുന്നില്ലെന്നായിരുന്നു അവന്റെ തീരുമാനം. അതിന്റെ കാരണവും അരുൺ പറഞ്ഞു. സ്നേഹിച്ച കുട്ടി കന്യാസ്ത്രീയായ കഥ. ഓ, അതും അവൻ പറഞ്ഞു കഴിഞ്ഞോ? ആശ്ചര്യത്തോടെ അവർ അവളെ നോക്കി. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ മമ്മി. പരസ്പരം പല രഹസ്യങ്ങളും ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും. ജീസസ്, നീ എത്ര നല്ലവൻ. മോനമ്മ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. മോൾ എവിടെയാ താമസിക്കുന്നത്? ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ്. ഹോസ്റ്റലിലൊന്നും എനിക്ക് ശരിയാവത്തില്ല. ട്രെയിനിൽ വെച്ച് 2 ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസുമായി അരുൺ വന്നു. 2 പേരും സംസാരിച്ച് ക്ഷീണിച്ചു കാണും. ഇതാ കുടിക്കി. അയാൾ ട്രേ 2 പേരുടെയും മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. ഞങ്ങൾ ക്ഷീണിച്ചൊന്നുമില്ല. എന്നാലും മോൾ ഇത് കുടിക്ക്. അവർ അവൾക്ക് നേരെ ഗ്ലാസ് നീട്ടി. നീ ഇരിക്ക്.
ഞാനിനി ത്രേസ്യാമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ, അവൾ എന്തൊക്കെ പണിയൊപ്പിച്ചെന്ന് നോക്കിയിട്ട് വരാം. അവർ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. ജ്യൂസുമായി അരുൺ അവളുടെ അടുത്തിരുന്നു. മമ്മി ബോറടിപ്പിച്ചോ? പാവം മമ്മി, എന്തൊക്കെയാ അരുൺ പറഞ്ഞിരിക്കുന്നേ? അവൾ കുറ്റപ്പെടുത്തുന്ന മട്ടിൽ അയാളെ നോക്കി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈശയെ ഞാൻ ലഞ്ചിന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ മമ്മി ഇങ്ങനെ കാട് കയറി ചിന്തിക്കുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അയാൾ നിരപരാധിത്വം വെളിപ്പെടുത്തി. മമ്മിയെ നിരാശപ്പെടുത്തേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പോകുന്നവരെ ഈ സന്തോഷം നിലനിൽക്കട്ടെ. ഞാൻ എന്തു പറയും ഈശ? അയാൾ ധർമ്മസങ്കടത്തിലായി. ഞാൻ മാരീഡാണെന്ന് പറ. എങ്കിൽ ഈശയെ വിളിച്ചു കൊണ്ടുവന്നതിന് മമ്മി എന്നെ കൊല്ലും. രണ്ടുപേരും അല്പനേരം നിശബ്ദരായിരുന്നു. ഈശ മെല്ലെ ജ്യൂസ് കുടിച്ചു തീർത്തു. സാരമില്ല, ചെന്നിട്ട് ഞാൻ മമ്മിയെ ഒന്ന് വിളിച്ചേക്കാം. അപ്പോൾ സത്യം പറയാം, മുഖത്തു നോക്കി പറയാനേയുള്ളൂ വിഷമം. ഓക്കെ, അത് മതി. എന്നെ കൂടുതൽ നിർബന്ധിച്ചാൽ ഞാൻ തന്നെ മമ്മിയോട് പറഞ്ഞോളാം. അവൾ പിന്നെ മനഃപൂർവ്വം ആ വിഷയം വിട്ടു. സുദീപിന്റെ വീട്ടിലാണ് താൻ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നതെന്ന് അരുണിനറിയില്ല. സുദീപും താനുമായുള്ള ബന്ധത്തെക്കുറിച്ചും ആർക്കും അറിയില്ല. പക്ഷേ സിറിൽ വന്നാൽ ഞങ്ങളുടെ വീട് കാണണ്ടേ? വരൂ, അരുൺ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് അയാളോടൊപ്പം ചെന്നു. പുറത്തേക്കാണ് അയാൾ അവളെ കൊണ്ടുപോയത്. മതിൽ കെട്ടി തിരിച്ച കോമ്പൗണ്ടിലായിരുന്നു വീട്. വീടിന് ചുറ്റും പറമ്പുണ്ട്. സപ്പോട്ട, പേര, ജാതി, ഒട്ടുമാവ്, പപ്പായ, മിക്ക ഫലവൃക്ഷങ്ങളും ചെടികളും വള്ളികളും ഉണ്ടായിരുന്നു അവിടെ. മരങ്ങളും ചെടികളും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഏത് നാട്ടിൽ പോകുമ്പോഴും പുതിയ ചെടികൾ കണ്ടാൽ കിട്ടുമെങ്കിൽ കൊണ്ടുവന്ന് നട്ടു വളർത്തും. പ്രകൃതി സ്നേഹിയാണ് അല്ലേ? സ്നേഹത്തെക്കാളേറെ സംരക്ഷണമാണ് എനിക്കിഷ്ടം. ഞാനും അങ്ങനെ തന്നെ. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മരച്ചില്ലയെങ്കിലും കാണുന്നത് സന്തോഷം തരുന്ന കാര്യമാണ്. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങൾ മാത്രമേ കാണാറുള്ളായിരുന്നു. 17ാമത്തെ നിലയിലായിരുന്നു താമസം. അവർ വീണ്ടും അകത്തേക്ക് കയറി. താഴെ 2 കിടപ്പുമുറികളാണ്, മമ്മിയുടെയും അരുണിന്റെയും. വൃത്തിയും വെടുപ്പമുള്ള മുറികൾ. അനാവശ്യമായി ഒരു കർച്ചീഫോ കടലാസോ സ്ഥാനം കെട്ടി കിടക്കുന്നില്ല. മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറി ചെല്ലുന്നത് ഒരു ചെറിയ ഹാളിലേക്കാണ്. അതുകൂടാതെ 3 കിടപ്പുമുറികൾ ഉണ്ടായിരുന്നു. 3 മുറികൾക്കും പ്രത്യേകം ബാൽക്കണി. ഇത് പ്രവീണിൻ്റെതാണ്, മറ്റേത് മഞ്ജുഷയുടേത്. വെക്കേഷൻ അവർ നാട്ടിൽ വരുമ്പോഴേ വീടുണരൂ. മറ്റേ മുറി ഗസ്റ്റുകൾക്കുള്ളതാണ്. ഇഷയ്ക്കിടയ്ക്കൊക്കെ ഗസ്റ്റായി വന്ന് ഇവിടെ താമസിക്കാം. നോൺ വെജ് ഉണ്ടാക്കുന്നതിന് മമ്മി എക്സ്പേർട്ടാണ്, അരുൺ വെളിപ്പെടുത്തി. പ്രലോഭിപ്പിക്കാതെ, ഞാൻ ചിലപ്പോൾ വന്നെന്ന് വരും. മമ്മി ഉണ്ടാക്കുന്ന ബീഫ് ഉലർത്തിയതും കരിമീൻ മപ്പാസും കഴിച്ചു നോക്കണം. വീക്കെൻഡിൽ കുമരകത്ത് പോയി ഞാൻ മുഴുത്ത കരിമീൻ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. നാവിൽ വെള്ളം ഊർന്ന ഭക്ഷണകാര്യങ്ങൾ പിന്നെയും അരുൺ പറഞ്ഞു. ഗസ്റ്റ് റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി. മലഞ്ചെരിവിലുള്ള വൃക്ഷങ്ങൾക്കിടയിൽ വീടുകളുടെ മേൽക്കൂരകൾ കാണാമായിരുന്നു. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച. വീടുണ്ടാക്കാൻ അരുൺ തിരഞ്ഞെടുത്ത ലൊക്കേഷൻ 1-ാം തരം. അവൾ അഭിനന്ദിച്ചു. താങ്ക്സ്, സന്തോഷമായി. താഴെ നിന്ന് മമ്മിയുടെ വിളി വന്നു. അവർ ചെന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ പലതരം വിഭവങ്ങൾ നിരന്നിട്ടുണ്ടായിരുന്നു. ചൂടും എരിവും മസാലയും നിറച്ച നാടൻ കറികൾ, മീൻ കറി വെച്ചതും പൊരിച്ചതും പീര പറ്റിച്ചതും. അരുണും മോനമ്മയും ഇഷയും ഒന്നിച്ചാണ് ഊണ് കഴിച്ചത്. അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സംസാരത്തിനിടയിൽ മോനമ്മ ശ്രമിക്കാതിരുന്നില്ല. എങ്ങും തൊടാത്ത മട്ടിൽ അവൾ മറുപടി പറഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. 4 മണിക്ക് കാപ്പിയും കൊടുത്തിട്ടാണ് അവളെ പോകാൻ അനുവദിച്ചത്. മോള് ഇടയ്ക്കൊക്കെ വരണം. വരാം മമ്മി. അരുൺ അവളെ ശ്രീവത്സത്തിന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് വിട്ടു. എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. സന്തോഷകരമായ ഒരു ദിവസം തന്നതിന് നന്ദി. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്കിത്തിരി മനപ്രയാസമുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങും മുമ്പ് ഇഷ പറഞ്ഞു. മമ്മിക്കൊരിക്കലും നടക്കാത്ത ഒരാശ അറിയാതെയാണെങ്കിലും കൊടുക്കേണ്ടി വന്നതിന്. അക്കാര്യത്തിൽ ഇഷ വറി ചെയ്യണ്ട. ഏത് പെണ്ണിനെ കണ്ടാലും മമ്മി ഇത്തരം പല ആകാശക്കൊട്ടകൾ എനിക്ക് വേണ്ടി കെട്ടിപ്പൊക്കും. അത് താനേ അങ്ങ് തകർന്നു വീണോളും. അരുൺ നിസാര മട്ടിൽ പുഞ്ചിരിച്ചു. അവൾ കാറിൽ നിന്നിറങ്ങി. നാളെ കാണാം, അയാൾ യാത്ര പറഞ്ഞു. അവൾ മെല്ലെ തലകുലുക്കി. അന്നു രാത്രിയിൽ അവൾ ജമുനയെ വിളിച്ചു. ഇന്ന് രസകരമായൊരു സംഭവമുണ്ടായി. എന്താണ്? ജമുന ചോദിച്ചു. അരുൺ തോമസിന്റെ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ പോയ കാര്യം അവൾ പറഞ്ഞു. മോന്റെ ഗേൾഫ്രണ്ടാണ് ഞാനെന്നാണ് അരുണിന്റെ മമ്മി വിശ്വസിച്ചിരിക്കുന്നത്. അധികം വൈകാതെ കല്യാണം ആലോചിച്ച് വരുമോന്നാ പേടി. അയാളുടെ മമ്മി അങ്ങനെ വിശ്വസിച്ചതിൽ തെറ്റൊന്നുമില്ല. അതെന്താ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വേറെയും ഗേൾസ് ഇല്ലേ? ഉണ്ട്. അവരാരെയും ലഞ്ചിന് ക്ഷണിക്കാതെ നിന്നെ മാത്രം കൊണ്ടു ചെന്നപ്പോൾ ആ സ്ത്രീ വേറെന്ത് കരുതണം? ഞാനിനി വേറൊരു കാര്യം ചോദിക്കട്ടെ? ഗോ എഹെഡ്. ഇഷ അനുവാദം കൊടുത്തു.
വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ്? അരുൺ തോമസ്. നൈസ് ഫെലോ, ഗുഡ് ഫ്രണ്ട്, നത്തിങ് മോർ ദാൻ ദാറ്റ്. മനസ്സിലായില്ല. അയാൾക്ക് നിന്നോട് വെറും ഫ്രണ്ട്ഷിപ്പിൽ കവിഞ്ഞ് എന്തെങ്കിലും അടുപ്പമുണ്ടോന്ന്? ജമുന വിശദീകരിച്ചു. ഇഷ ഒന്ന് പകച്ചു. നോ, എനിക്കങ്ങനെ തോന്നില്ല. പിന്നെന്തിനാ അയാൾ നിന്റെ കാര്യത്തിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്? അയാൾ നിന്നെ പലതരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു, ജോലി വാങ്ങിത്തരുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു. നീ പറയുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റും അയാൾക്ക് എന്നോട് തോന്നേണ്ട കാര്യമില്ലല്ലോ. കാമുകന്റെ ഗർഭവും പേര് നടക്കുന്ന പിഴച്ചവളല്ലേ ഞാൻ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. യു മീൻ ഫിസിക്കൽ അട്രാക്ഷൻ? അങ്ങനെ സംശയിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇഷ ഒരു നിമിഷം നിശബ്ദയായി. അരുണിന്റെ പെരുമാറ്റത്തിൽ ഇതുവരെ ആ രീതിയിലുള്ള സമീപനമോ വാക്കോ നോട്ടമോ പോലും ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ തോന്നില്ല. ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. ചില പുരുഷന്മാർ അതീവ സൂത്രശാലികളാണ്. അവർ നമ്മുടെ വിശ്വാസം നേടിയെടുക്കും. അത് കഴിഞ്ഞ് മനസ്സിലായി. ഐ വിൽ ബി കെയർഫുൾ. പക്ഷെ നിനക്കറിയാമല്ലോ, ഇനി ഒരു പുരുഷനും എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. നോ ലവർ, നോ ഹസ്ബൻഡ്, നോ മാരീഡ് ലൈഫ്. ഇഷ കിതച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് സംസാരിച്ചോ? സോറി ഇഷ, എന്റെ മനസ്സിലുണ്ടായ വേവലാതികൾ ഞാൻ നിന്നോട് ഷെയർ ചെയ്തെന്നേയുള്ളൂ. എനിക്ക് വിഷമമില്ല. ഞാൻ കടന്നുപോയ ഉറക്കമില്ലാത്ത രാത്രികളെ അപേക്ഷിച്ച് ഇനിയുള്ളതൊക്കെ നിസാരമല്ലേ. ഗുഡ് നൈറ്റ് ജമുന. ഗുഡ് നൈറ്റ്. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഡോക്ടർ ദർശനെ കാണാൻ പോകുന്ന കാര്യം സബിത ഓർമ്മിച്ചത്. വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ ശ്രുതിക്ക്? എന്തിനാ ചേച്ചി? ദർശനെ കാണാൻ പോകണ്ടേ? തന്ന മരുന്നുകളൊക്കെ തീർന്നു കാണുമല്ലോ. അപ്പോഴാണ് അവൾ അക്കാര്യം ഓർക്കുന്നത് തന്നെ. ഡോക്ടർ ദർശനെ കുറിച്ച് തന്ന വിറ്റാമിൻ ടാബ്ലറ്റുകളും ടോണിക്കുകളും ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ താൻ പ്രസവിക്കേണ്ടത് സബിതയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. സബിതേച്ചി കാണാതെ അതെല്ലാം എടുത്തു മാറ്റണം. ബാഗിൽ വെച്ച് ഓഫീസിൽ കൊണ്ടുപോയി വേസ്റ്റ് ബോക്സിൽ കളഞ്ഞാൽ മതി. പോഷക ഗുണം നിറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് അത് മതി. പറ്റിയാൽ നേരത്തെ വരാം ചേച്ചി, അല്ലെങ്കിൽ നമുക്ക് നാളെ പോകാം. അതു മതി. 9 മണിക്ക് ടിഫിൻ ബോക്സ് ടവലിൽ പൊതിഞ്ഞ് സബിത അവളെ ഏൽപ്പിച്ചു. വിശപ്പിന് കുറവൊന്നുമില്ലല്ലോ? പുഞ്ചിരിയോടെ സബിത ചോദിച്ചു. ഇല്ല ചേച്ചി, ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ 2 ആപ്പിൾ കൂടെ കൊണ്ടുപോ. തന്നേക്ക് ചേച്ചി. സബിത ചേച്ചിക്ക് സന്തോഷമാകട്ടെ. 9 ആയപ്പോൾ കാറ് വന്നു. അന്നൊരുവിധം തിരക്കുള്ള ദിവസമായിരുന്നു ഇഷയ്ക്ക്. കസ്റ്റമേഴ്സ്, അവരുടെ വിളികൾ, ഇടയ്ക്ക് ഒരു കോൺഫറൻസ്. ഉച്ചയായത് അറിഞ്ഞില്ല. ലഞ്ച് കഴിക്കാൻ ഡൈനിങ് റൂമിൽ ഇരിക്കുമ്പോൾ അവൾ കണ്ണുകൾ കൊണ്ട് അരുൺ തോമസിനെ തിരഞ്ഞു. പക്ഷേ കണ്ടില്ല. വൈകുന്നേരം പതിവിലും ലേറ്റാണ് അവൾക്ക് ഓഫീസിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞത്. അന്ന് വീട്ടിൽ കുളി കഴിഞ്ഞ് മുറിയിലിരിക്കുമ്പോൾ അരുണിന്റെ വിളി വന്നു. ഇന്ന് അരുണിനെ കണ്ടതേയില്ലല്ലോ. എന്നിട്ട് ഒന്ന് അന്വേഷിക്കാമെന്ന് തോന്നിയില്ലല്ലോ. അയാളുടെ സ്വരത്തിൽ പരിഭവമുണ്ടായിരുന്നു. ഞാൻ പലവട്ടം ഓർത്തു, പക്ഷേ ബിസിയായി. സാരമില്ല, ഞാൻ ഇന്ന് ഓഫീസിൽ വന്നില്ല ഷാ. മമ്മിയും കൊണ്ട് ചെക്കപ്പിന് പോണമായിരുന്നു. ഇന്നലെ അക്കാര്യം പറയാൻ വിട്ടു. മമ്മിക്ക് എന്താണ് കുഴപ്പം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു ജനറൽ ചെക്കപ്പ് 6 മാസത്തിലൊരിക്കൽ. മമ്മിക്ക് ഇഷയുടെ കാര്യം പറയാനേ നേരമുള്ളായിരുന്നു. പാവം വല്ലാതെ ആശിച്ചിട്ടുണ്ട്. അത് സാരമില്ല, മമ്മിയെ കണ്ട് ഞാൻ കാര്യങ്ങൾ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. അവളേറ്റു. എങ്കിൽ വേറൊരു സജഷനുണ്ട്, അരുൺ പറഞ്ഞു. എന്താണ്? മമ്മിയെ നിരാശപ്പെടുത്താതിരിക്കാൻ ഇഷയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? എങ്ങനെ? തൽക്കാലം മമ്മി ഒന്നും അറിയണ്ട. ഒരു ഹിന്ദു പെൺകുട്ടിയാണ് ഇഷ എന്നത് മമ്മി കാര്യമാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അരുൺ, ഞെട്ടലോടെ അവൾ വിളിച്ചു. ഇഷ ഉന്നയിക്കാൻ പോകുന്ന പ്രധാന തടസ്സവാദം എന്താണെന്ന് എനിക്കറിയാം. ഞാനത് സോൾവ് ചെയ്തോളാം. നമ്മൾ നേരത്തെ പരിചയക്കാരാണെന്നും അതിലേറെ ഇന്റിമസി നമ്മിൽ തമ്മിലുണ്ടായെന്നും അതോർത്ത് ഇഷ വറി ചെയ്യേണ്ട. ഞാനത് കൈകാര്യം ചെയ്തോളാം. മമ്മിക്ക് വേണ്ടിയാണോ അരുൺ ഈ ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്നത്? അവൾ ചോദിച്ചു. മമ്മിക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ ത്യാഗമല്ല, എന്റെയും കൂടി ഇഷ്ടമുണ്ടതിൽ. അപ്പോൾ എന്റെ ഇഷ്ടത്തിന് ഒരു ഇമ്പോർട്ടൻസുമില്ലേ? ആര് പറഞ്ഞു ഇല്ലെന്ന്? ടെൽ മീ യുവർ ഡിസിഷൻ. ഇഷ ശബ്ദിക്കാനാവാതെ നിന്നു.